മൂന്നാറിൽ കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നു. ലോക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളി ലയങ്ങളിലാണ് പടയപ്പയെ കണ്ടത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു. പടയപ്പ കണ്ടില്ലേ? പറയൂ രാഹുൽ വിജയൻ. SK ഒരു ഇടവേളയ്ക്ക് ശേഷം പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരാഴ്ചയായി അത് എവിടെയായിരുന്നു എന്ന് വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു, ആളുകൾക്ക് വലിയ ശല്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് ഇന്നിപ്പോൾ ലോക്കാട്ട് എസ്റ്റേറ്റിലെ ലയങ്ങൾക്ക് സമീപത്ത് എത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ലയങ്ങളോട് ചേർന്ന് ഒരു മൺതിട്ടയുണ്ട്, അതിന് മുകളിലായിട്ട് ആ കാട്ടാന പടയപ്പ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഏറെ നേരം ആ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നു. ആ പ്രദേശത്ത് നിന്ന് കുറച്ച് കൃഷിവിളകളൊക്കെ പറിച്ച് ഭക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഈ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ വലിയ ആശങ്കയായി. RRTയെ നാട്ടുകാർ വിവരം അറിയിച്ചു. RRT എത്തി. അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ ആ ലയങ്ങളുടെ സമീപത്തു നിന്നും മാറ്റി സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനുള്ള ഒരു അവസരം കൊടുത്തു. പക്ഷേ ഇപ്പോഴും അത് ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. വലിയ കുഴപ്പക്കാരനല്ല നിലവിലത്തെ സാഹചര്യത്തിൽ പടയപ്പ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എങ്കിലും ഈ തോട്ടത്തിലൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊരു ഭയമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിലെ ചില സംഭവ വികാസങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പടയപ്പ ചില അക്രമ സ്വഭാവത്തിലേക്കൊക്കെ പോയിരുന്നു. വീണ്ടും അത് പെട്ടെന്നെങ്ങാനും ഉണ്ടാകുമോ, അക്രമ സ്വഭാവത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് ജാഗ്രതയിലാണ് ആളുകൾ എല്ലാവരും. എന്തായാലും പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. അത് ലോക്കാട്ട് എസ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വിജയൻ, ലോക്കാട്ട് എസ്റ്റേറ്റിലെ ജനവാസ മേഖലയിൽ പടയപ്പ ഇറങ്ങി എന്നുള്ളതാണ്. മൂന്നാറിൽ ഈ പടയപ്പ പക്ഷേ പൊതുവെ ആളുകളെ ആക്രമിക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് അവിടെ ഒരു കാട്ടാന ഇറങ്ങി എന്നുള്ളൊരു ഗൗരവം ഇപ്പോഴും അവിടെ മൂന്നാറിലുള്ള ജനങ്ങൾക്ക് വന്നിട്ടില്ല. ലോക്കാട്ട് എസ്റ്റേറ്റ് അത്യാവശ്യം ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.